എല്ലാവർക്കും സുഖമാണോ? വിശക്കുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. എനിക്ക് തോന്നി കേട്ടോ. എന്തൊക്കെയായാലും കുഴപ്പമില്ല. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. ജയരാജനെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. ഒത്തിരി അച്ഛന്മാരുണ്ട്, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കാണ്. എനിക്ക് ഇറങ്ങി വരാനല്ല, കുഴപ്പമില്ല. പ്രശ്നം ഉണ്ടാവോ? ഹായ് ഹായ് ഹായ്. ഞാൻ ഹായ് പറഞ്ഞ നിങ്ങൾ ഹലോ പറയണ്ടേ കേട്ടോ. ഞാൻ ഹായ് പറയണേ. ഹായ് ഹായ്. പാതി പേരുടെ കൈവന്നിട്ടില്ല, ഞാൻ കൈവക്കിയ പറഞ്ഞേ കേട്ടോ. ഹായ് ഹായ് ഹായ്. എല്ലാവരുടെയും കൈ നന്നായിട്ട് പൊക്കി പിടിച്ചേ. ഹായ്. നീ ഹായ് പറയുമ്പോൾ രണ്ട് കൈ വെച്ചിട്ട് നിങ്ങൾ ഹലോ പറയണം കേട്ടോ. എന്താ എങ്ങനെയാ? ഞാൻ ഒരു ഹായ് പറയുമ്പോൾ ആദ്യത്തെ ഹായ് ഒറ്റ കൈ മതി, രണ്ടാമത്തെ കൈ പറയുമ്പോൾ രണ്ട് കൈ കൊണ്ട് പറയണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹായ് ഹായ്. രണ്ടാമത്തെ ഹായ്ക്കാണ് രണ്ട് കൈ വേണ്ടത്. മൂന്നാമത്തെ ഹായ്ക്ക് തീപ്പന്തം പോലെ കത്തിക്കണ പോലെ രണ്ട് കൈ കൊണ്ട് ഹായ് ഹലോ പറയണം. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ. ഹായ് ഹായ് ഹായ്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. മോളെ യു സ്റ്റാൻഡ് അപ്പ്. അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷം വന്നല്ലേ, അതുകൊണ്ട് നിങ്ങൾ പിടിക്കുന്ന അച്ഛനെ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എന്ത് ഈ പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ട് ശരിയാവാഞ്ഞിട്ടാണോ? അല്ലേ? എനിക്ക് തോന്നി, അങ്ങനെയാ തോന്നിയത് കേട്ടോ. എന്തൊക്കെയല്ല ആവട്ടെ. ഓക്കെ മോളെ, ഹായ് ഹായ്. രണ്ടാമത്തെ കൈ കേട്ടോ. ഹായ്. ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഒന്നും കൂടി ഇരുന്നോ. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഒന്നും കൂടി ഇരുന്നോ. ഇരിക്കടാ. ഇരിക്കടാ ഇരിക്കടാ. ഓക്കെ, ഞാൻ അന്ന് വിളിക്കുന്ന സ്നേഹം കൊണ്ടാട്ടോ, വിഷമൊന്നുമില്ലേ വിചാരിക്കരുതേ. ഓക്കെ, ഞാനൊരു കാര്യം പഠിക്കാം. സ്പ്രിങ് അപ്പ് പഠിപ്പിക്കാം. നിങ്ങൾക്കറിയാലല്ലേ? വേണ്ട, അങ്ങനെയല്ല സ്പ്രിങ് അപ്പ്. ഞാൻ കാണിച്ചു തരാം. എവിടെ ഇരുന്ന് കാണിച്ചു കൊടുക്കുന്നത്? ഇരിക്കുക. നിങ്ങൾ ഇത്രയും നേരം ഇരിക്കുന്നതുകൊണ്ടാണ് അച്ഛൻ ചെയ്യിപ്പിക്കണത് കേട്ടോ. എനിക്കറിയാം, രാവിലെ തൊട്ട് നിങ്ങൾ ഇരിക്കണതാ, ശരിയല്ലേ? അതുകൊണ്ട് അച്ഛൻ ചെയ്യിപ്പിക്കണത് ഒരു ഉഷാറുണ്ടാകാൻ വേണ്ടിയിട്ടാ കേട്ടോ. അച്ഛൻ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അച്ഛനോട് സ്പ്രിങ് അപ്പ് പറയണേ. ഒന്നിച്ചു പറ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ചാടുക. 1 2 3. ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? As all of you spring up. എല്ലാം ഇരുന്നോ? എല്ലാം ഇരുന്നോ? 3 പ്രാവശ്യം ചാടിയാൽ മതി. 3 പ്രാവശ്യം ചാടിയാൽ മതി. പ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാടണ്ട. പ്രായമായവരുണ്ടെങ്കിൽ ചാടിയാൽ മതി. ഓക്കെ, ഓൾ ഓഫ് യു, ഓൾ ഓഫ് യു. വാ. നിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചാലടി, ഈ പ്രാവശ്യം പിടിക്കും കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു സ്പ്രിങ് അപ്പ്. എണ്ണാൻ അറിയാൻ പാടില്ല സീസേക്കാർക്ക്. എൻ്റെ വിശ്വാസം നിങ്ങൾക്കൊക്കെ എണ്ണാൻ അറിയാന്നാ കേട്ടോ. ഒന്നും കൂടി ഇരിക്കി. നിങ്ങൾ എഴുന്നേറ്റുണ്ടായിരുന്നില്ലേ? ഓക്കെ, റെഡി? ഞാൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ഓൾ ഓഫ് യു സ്പ്രിങ് അപ്പ്. മതി. ഇനി ചെറിയൊരു ആക്ഷൻ ഞാൻ പഠിപ്പിക്കുക, ചെറിയൊരു ആക്ഷൻ സോങ്ങും ഞാൻ പഠിപ്പിക്കുക. എഴുന്നേറ്റ് നോ കേട്ടോ. ഒത്തിരി വാക്കുകളൊന്നുമില്ല, ചെറിയ 2-3 വാക്കുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പഠിക്കാം. എന്നെ നോക്കിക്കോളൂ, എന്നെ നോക്കിക്കോളൂ. ഓക്കെ, റെഡി? ഇത്രയേ ഉള്ളൂ. വരികൾ ഇത്രയേ ഉള്ളൂ. പം 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 എന്ന് പറഞ്ഞേ. പം പം പം. ബുലു 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 ബുലു. പം പം പം. ഒരു ആഫ്രിക്കൻ ഭാഷ കേട്ടോ. അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. അർത്ഥമൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. ഒന്നും കൂടി. പം പം പം. പം പം പം. ബുലു 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 ബുലു. പം പം പം. അടുത്തൊരു വരിയും കൂടി ഉണ്ട്. ഹോലെ എന്ന് പറഞ്ഞേ. ഹോലെ. ഇത്രയും മതി. ഒന്നും കൂടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. എൻ്റെ കൂടെ പറഞ്ഞോ. പം പം പം. പം പം പം. ബുലു 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 ബുലു. പം പം പം. പം പം പം. പം പം പം. ഹോലെ ഹോലെ. ഇതാണ് അതിൻ്റെ വരി. ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇത്രേ പഠിക്കാനുള്ളൂ. അച്ഛൻ്റെ കൂടെ ഒന്നും കൂടി ഒന്ന് പാടിയേ. പം പം പം.
പം 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 പം. ഹോലേ ഹോലേ. ഇത്രയേ ഉള്ളൂ. ഇതിന് ഞാൻ ആക്ഷൻ ഉണ്ട്, അതും കൂടി നമുക്ക് കളിക്കാം കേട്ടോ. നിങ്ങൾ എത്ര പ്രായമായാലും ഞാൻ ഈ പ്രായം ചെന്ന് ഞാൻ കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, ചെയ്യില്ലേ? ചെയ്യില്ലേ? നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ, അതാണ് എൻ്റെ കടമ. ഓക്കെ, പമ്പമ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കാണിച്ച രണ്ട് കൈ കൊണ്ട് പമ്പമ്പം പമ്പമ്പം. ബുലുബുലു ബുലുബുലു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയുടെ ഇങ്ങനെ പിടിക്കേ, എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ടേ ബുലുബുലു 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 പമ്പമ്പം. ഹോല എന്ന് പറയുമ്പോ അത് വേണ്ട കേട്ടോ, ഇങ്ങനെ കാണിച്ചാൽ മതി. ഹോലേ ഹോലേ. കാരണം രണ്ട് കൈ പൊന്തി കഴിഞ്ഞാൽ അപ്പുറത്തവൻ്റെ മുഖത്തുള്ളൂ, അതുകൊണ്ടാ. അത് വേണ്ട. ഓക്കെ, അപ്പൊ ആക്ഷൻ പഠിച്ചില്ലേ? ഇതവിടെ എന്തൊരു പച്ചക്കൂട്ടം? നിങ്ങൾ പാട്ട് പാടാൻ വന്നാണോ? പച്ചത്തത്തിയെന്നോ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, റെഡി? ആർ യു റെഡി? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 ബുലു 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 പം 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 പം. ഹോലേ ഹോലേ. ഞാൻ കാണിക്കുമ്പോൾ ആക്ഷൻ കാണിക്കുമ്പോൾ വേണ്ടോ ഒന്ന് കുമ്പിടുണ്ട്, ഒന്ന് പറഞ്ഞേ ഹോലേ ഹോലേ. ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാ, ഇത്ര നേരം ഇരിക്കാല്ലേ, ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞേ. ഒന്നും കൂടി റെഡി? 1 2 3 സ്റ്റാർട്ട്. പം പം പം. ഹോലേ. ആ 3 പേരും കൂടെ വാ, ആ 3 പേരും കൂടെ വാ. ആ പച്ച അഗ്രേ പച്ച വാ. ഞാൻ വന്നോ ഇങ്ങോട്ട് വാ. 3 പേരും വാ. എനിക്ക് 2-3 കൂട്ടുകാരെ എപ്പോഴും വേണം. അവർ കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ച് കയറ്റിവിടെ. വാ 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 വാ. എനിക്ക് എപ്പോഴും കളിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അവർ നന്നായിട്ട് കളിച്ചത് കൊണ്ടാണ് അവർ വിളിക്കുന്നത്. വേം വാ, നമുക്ക് സമയമില്ല, വേം വാ. ഓക്കെ, കയറി നേരം നിന്നോ, അച്ഛൻ്റെ കൂടെ നിന്നോ. എനിക്കൊരു കൂട്ടാളികൾ കിട്ടി. ഓക്കെ, തലതെറിച്ചവന്മാർ കയറിക്ക്. ഓക്കെ, അങ്ങോട്ടേക്ക്. ഓക്കെ, റെഡി? നമുക്ക് ഒന്നിച്ച് പാടാം. ഇവർ നന്നായിട്ട് കളിക്കും കേട്ടോ. നിങ്ങളൊന്ന് പാടിയാൽ മതി. പാടിക്കോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നിനക്കെന്നാടെ ഒരു ഇളക്കം? ഓക്കെ, ഇങ്ങോട്ട് പാടാ പുറത്തേക്ക്. ഓക്കെ, റെഡി? ഇവനിച്ചിരി ഇളക്കമുള്ളതാ, പേടിക്കണ്ട കേട്ടോ. പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നീ നന്നായിട്ട് ചെയ്യണം. ഇതെന്താണത്? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പം. നിനക്ക് തളർവാദം പിടിച്ചിട്ടുണ്ടോ? ഓക്കെ, ഹോല കാണിച്ചേ ഹോലേ ഹോലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഇത് തന്നെയാ. ഓക്കെ, പമ്പം പം പമ്പം എന്ന് പറയുമ്പോ ഫേസ് ടു ഫേസ് നിൽക്കണം. ഫേസ് ടു ഫേസ്. ഒന്ന് നിന്നേ. ഫേസ് ടു ഫേസ്. ഫേസ് ടു ഫേസ് നിന്നാ. ഇനി ഇതത്രേ ഉള്ളൂ. അയാളുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പം 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 ബുലുബുലു ബുലുബുലു എന്ന് പറയുമ്പോ നിങ്ങളുടെ തലയിലല്ല പിടിക്കണ്ടേ, അയാളുടെ തലയിൽ പിടിക്കണം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഞാൻ അയാളെ നോക്കിയിട്ട് കാണിക്കേ. ഹോലേ ഹോലേ. രണ്ടാമത്തെ പഠിച്ച ഒന്നും കൂടി ചെയ്തു നോക്കാം. ഫേസ് ടു ഫേസ് നിക്ക്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലേ ഹോലേ. നിങ്ങൾ ഓർക്കണം, ഈ മുമ്പിലിരിക്കുന്ന അച്ഛൻ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട്. ഫേസ് ടു ഫേസ് തന്നെ നിൽക്കുക. ഓക്കെ, അതെങ്ങനെയാ? ഇത് തന്നെ സ്റ്റെപ്പ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 ബുലുബുലു ബുലുബുലു എന്ന് പറയുമ്പോ അയാളെ തലയിലല്ല പിടിക്കണ്ടേ, അയാളെന്ന് ആൺകുട്ടിയും പെൺകുട്ടിയും നിൽക്കുന്നുണ്ടോ? ആൺകുട്ടിയും പെൺകുട്ടിയും നിൽക്കുന്നുണ്ടോ? ഇല്ലല്ല. എവിടെയത്? ആൺകുട്ടിയും പെൺകുട്ടിയും എവിടെ നിൽക്കണേ? നിങ്ങളൊന്ന് മാറിയതേ. പ്രശ്നമാവും. മാറുക.
നിനക്ക് ഇത്ര ആൺകുട്ടികൾ ഉണ്ടായിട്ട് പെൺകുട്ടീനെ മാത്രമേ കിട്ടിയുള്ളൂടാ. ആൺകുട്ടിയും പെൺകുട്ടി എവിടെയെങ്കിലും ഒരുമിച്ചൊക്കെ ഉണ്ടോ? എവിടെയത്? നീ എവിടെയെങ്കിലും പോയി നിൽക്ക് കേട്ടാ. ആൺകുട്ടി പെൺകുട്ടി ഇനി മാറി നിൽക്ക. ഓക്കെ, അവരോട് മാത്രമാണ് പറയാൻ പോകുന്നത്. ആൺകുട്ടി പെൺകുട്ടി മാറിക്ക. മൂന്നാമത്തെ പുലുപുലു എന്ന് പറയുമ്പോ അയാളെ ഒന്ന് ഇക്കിളി കൂട്ടണം. എന്ന് വെച്ചാ അയാളെ ഒന്ന് വയറ്റിത്തിട്ട് ഒന്ന് ഇക്കിളി കൂട്ടണം. ഒന്ന് ചിരിക്കടാ കേട്ടാ. പുലുപുലു 2 പുലുപുലു ഉള്ളൂ, കൂടുതൽ പുലുപുലു ഇല്ല. ആർ യു റെഡി? ഓക്കെ, 3 പുലുപുലു അവസാനത്തെ നമ്മൾ ചെയ്യാൻ പോണ ഇപ്പോ കേട്ടോ. അവസാനത്തെ റെഡി, ഫേസ് ടു ഫേസ് നിക്ക്. ആൺകുട്ടി പെൺകുട്ടി വേണ്ട. ഓക്കെ, റെഡി 1 ഇന്ന് പോടാ വെച്ചടാ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പം 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 ബുലു 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 പം പം. ഇക്കിളി കൂട്ടാൻ കേട്ടോ, നന്നായിട്ട് ഇക്കിളി കൂട്ടാൻ. അയാളൊന്ന് ചിരിക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പം 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 ബുലു 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 പം 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 പം. ഞാൻ അയാൾ നോക്കിയിട്ട് കാണിക്കും. ഹോലേ. നമ്മളിത് 3ഉം ഒന്നിച്ച് ചെയ്യാമാണ്. ഇപ്പൊ വിശക്കണ്ട? ക്ഷീണമായോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു ആക്റ്റീവായോ? ഓർക്ക ക്ഷീണമൊക്കെ മാറിയോ? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലേ. രണ്ടാമത്തത് പം 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 പം. ഹോലേ. മൂന്നാമത്തത് കേട്ടോ, പം 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 പം. ഹോലേ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്ന മൂന്നാമത്തെ പം 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 കേറിന്ന് കയറിക്കടാ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. മൂന്നാമത്തത് മാത്രം കേട്ടോ. പം 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 പം. ഇക്കിളി വിടറാ. പമ്പ ഒന്നുകൂടി ഇക്കിളി വിടറാ. ഓക്കെ, ഇതാണ് മൂന്നാമത്തത് കേട്ടോ. ഇവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 പേർക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. എനിക്ക് അതുപോലെ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇവിടെ നല്ല തലപ്പൊക്കത്തിൽ നിൽക്കുന്ന ആ ബ്ലൂ ഷർട്ട് ഇട്ടവൻ. ഇങ്ങോട്ട് വന്നേടാ, ആ താടി വെച്ച്. അവനവൻ്റെ കൂട്ടുകാരൻ 2 പുളുവും ഇങ്ങോട്ട് വാ. നീയും ഇപ്പുറത്തവനും മൂത്തവനും അങ്ങോട്ട് വാ. അവൻ ഇത്രയും തലപ്പൊക്കം ഉണ്ടായിട്ട് അവൻ കാണിക്കണ അണ്ണ അവിടെ കിടന്ന്. ഇങ്ങോട്ട് വാടാ, നീയും വാടാ. ഓക്കെ, റെഡി. ഇവര് ഇത്രയും തലപ്പൊക്കം ഉണ്ടായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ, അത് നല്ലൊരു കാര്യമല്ലേ? പ്രായമായില്ലടാ നിനക്ക്, എന്നാലും നാണമില്ലല്ലോടാ നിനക്ക്. ഓക്കെ, നിങ്ങൾ 3 പേരും പൊക്കോ. ഇനി ഇവന്മാർ മാത്രം ഒന്ന് ചെയ്തോളും. നമുക്ക് കൂടി ഇവന്മാർ ചെയ്യുന്നത് പറഞ്ഞു കേൾപ്പിക്കാം. ഈ പുള്ളി ചെയ്യോ? പുള്ളിനെ പിന്നെ എവിടെ വെച്ച് പുല്ലിൽ കാണിക്കും. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പം പം പം. 3ഉം ചെയ്യണം കേട്ടോ, 3ഉം ചെയ്യണം. റെഡി, എല്ലാവരും കൂടി ചെയ്തോ. റെഡി 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലേ. ഓക്കെ, രണ്ടാമത്തത്. റെഡി 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലേ. എന്നാ തള്ളാടാ അത്. ഓക്കെ, റെഡി 1 2 3. മൂന്നാമത്തത് കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഇവൻ ഇക്കിളി കൂട്ടാല, ഇവൻ ഷർട്ട് വെക്കാ. അതെന്നെ പരിപാടിയത്. ഓക്കെ, നല്ല കൈഡി ഒരു മക്കൾ കൊടുത്തേ. ഇനി ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഒന്ന് ചിരിച്ചേ. ഇതെന്നാ ചിരിയാടാ വേത്? ഒന്ന് ചിരിച്ചേ. പുഞ്ചിരിച്ചാ മതി. ചിരിച്ചാ നിങ്ങൾ ഫേസ് ടു ഫേസ് നിന്ന്
ഫേസ് ടു ഫേസ്. അയാളെ നോക്കി ഒന്ന് ചിരിച്ചേ. നിങ്ങളുടെ ചിരി കണ്ടിട്ട് അയാൾക്ക് ചിരി തോന്നുന്നുണ്ടോ? ഓ, ദാരിദ്ര്യമായിരിക്കും, പോട്ടെ. ഞാൻ അയാളെ തോളത്തൊന്ന് പിടിച്ചേ, തോളത്ത് പിടിച്ചേ, രണ്ട് കൈ കൊണ്ട് പിടിക്ക്. അയാളൊന്ന് കുലുക്കേ, ചിരിച്ചിട്ടൊന്ന് കുലുക്കേ, ഒന്നുകൂടി ഒന്ന് കുലുക്കേ, ഒന്നുകൂടി ഒന്ന് കുലുക്കേ, ഒന്നുകൂടി ഒന്ന് കുലുക്കേ, നന്നായിട്ട് കുലുക്ക, ഒന്നുകൂടി ഒന്ന് കുലുക്കേ. ഇത് എവിടെ കുലുങ്ങാനാടാ നീ? അവൻ കുലുക്കുക. ഓക്കെ, ഇനി ഇരുന്നോ, പെട്ടെന്ന് ഇരിക്കേ. അറിയോ? ഓക്കെ, ആർ യു റെഡി? ഓക്കെ, അച്ഛൻ ഇപ്പോൾ നിങ്ങളോട് നിർത്തിക്കൊണ്ട് പറഞ്ഞു, മറ്റൊരാളെ നോക്കിയിട്ട്, എന്നെ നോക്കിയിട്ട് ആദ്യം ഞാൻ എന്ത് പറഞ്ഞു? ചിരിക്കാൻ പറഞ്ഞു അല്ലേ? ചിരിച്ചു. എന്നിട്ട് അച്ഛൻ നിങ്ങളോട് എന്ത് പറഞ്ഞു? തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് ചിരിക്കാൻ പറഞ്ഞു. ചിരിച്ചു. നിങ്ങൾ ചിരിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാളും ചിരിച്ചു അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? നിങ്ങളെ തോളത്തൊന്ന് കൈ പിടിക്കാൻ പറഞ്ഞു. പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? പിന്നെ കുലുക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? കുലുക്കി. നിങ്ങൾ ഓർത്തോക്കെ, നിങ്ങൾ ചിരിക്കുമ്പോ മറ്റൊരാൾ ചിരിക്കും, നിങ്ങൾ കുലുക്കുമ്പോ മറ്റൊരാൾ കുലുങ്ങും. കേട്ടോ? നിങ്ങൾ ചിരിക്കുമ്പോ മറ്റൊരാള് ചിരിക്കും, നിങ്ങൾ കുലുക്കുമ്പോ മറ്റൊരാള് കുലുങ്ങും. പക്ഷെ ആദ്യം ആര് ചിരിക്കണം? നമ്മൾ ചിരിക്കണം. ഇന്ന് ഒരു തീം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഏതാണ് ആ തീം? എന്താണ് മോളെ ഇവിടെ അവതരിപ്പിച്ചൊരു തീം? അവിടെ ബോർഡിൽ എഴുതി കാണിച്ചു. സ്റ്റാൻഡപ്പ്. ആ, ഞാൻ ക്രിസ്തുവിന്റെ മുഖോ? ഞാൻ ക്രിസ്തുവിന്റെ മുഖം. നീ ക്രിസ്തുവിന്റെ മുഖം ആന എന്ത് ചെയ്യണം? സ്റ്റാൻഡപ്പ്. ക്രിസ്തുവിന്റെ മുഖം ആകാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. ക്രിസ്തുവിനെ പോലെ നമ്മളാവണം. നമ്മുടെ പ്രവൃത്തികള് ക്രിസ്തുവിന് പ്രവൃത്തികൾക്ക് അനുയോജ്യമായതാവണം. എന്ന് വെച്ചാ ക്രിസ്തു മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്, നമ്മളെ ശത്രുക്കളെ. അതുപോലെ നാം നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കണം. നീ സ്നേഹിക്കോ? ആരെ? പോടി പറ. ആരെ? വീട്ടുകാരെയും. ഓ, എൻ്റെ ഇരിക്കി. എനിക്ക് ചക്കന്മാരില്ല ഇവിടെ. എല്ലാം പെൺകുട്ടികളാണ് ഇരിക്കണേ. കല്യാണം കഴിഞ്ഞാണോ? നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാണോ? ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. യു സ്റ്റാൻഡപ്പ്. എടാ, അവിടെ ഒരു തീം അവതരിപ്പിക്കപ്പെട്ടു. എന്താണ് ആ തീം? ഞാൻ ക്രിസ്തുവിന്റെ മുഖം. നീ ക്രിസ്തുവിന്റെ മുഖമാകാൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊള്ളണം. ഏത് ഭാവം? ക്രിസ്തു പകർത്തുന്ന ഒരുപാട് ഭാവങ്ങളുണ്ടല്ലോ. ഒരു ഭാവം പറഞ്ഞടാ. അവിടെ പറഞ്ഞ പോലെ സ്നേഹം. എവിടെ ചെന്നാലും കർത്താവേ സ്നേഹം മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഭാവം? ത്യാഗം. ഓ, ഒരു ത്യാഗം പറഞ്ഞടാ. ഒരു ത്യാഗം പറഞ്ഞേ. അല്ല, ക്രിസ്തു ക്രൂശിൽ ത്യാഗം. നീ ആർക്ക് വേണ്ടി ത്യാഗം ചെയ്യും? ഞാൻ ഇതുവരെ ത്യാഗം ചെയ്തിട്ടില്ല. ഒരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യോ? ഭാര്യയ്ക്ക് വേണ്ടിയോ? ചേട്ടൻ കല്യാണം കഴിച്ചാണോ? ചേട്ടൻ്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. വെറുതെ അല്ല. തൊട്ടടുത്തിരിക്കുന്നതാണ് ആള്. കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ സ്വർഗത്തിൽ പോകും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ക്രിസ്തുവിന്റെ മുഖമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ. ക്രിസ്തുവിന്റെ മുഖം എന്തുട്ടേ? ക്രിസ്തുവിന്റെ മുഖം നിനക്ക് എന്ത് തോന്നി? വിനയഭാവം. സ്റ്റാൻഡപ്പ്. ഇത് എന്ത് തലയാടാ അത്? ഓക്കെ, എന്താണ് ക്രിസ്തുവിന്റെ മുഖം? എന്താ പറയാ? താഴ്മ, വിനയം. പുണ്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
ഓക്കെ, ഇരിക്കി. ഇന്ന് അവതരിപ്പിക്കപ്പെട്ട തീമിനോട് ചേർത്ത് വെച്ചിട്ട് അച്ഛനൊന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. അച്ഛൻ നിങ്ങളോട് പറഞ്ഞു, ചിരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ചിരിച്ചു. മറ്റൊരാളെ നോക്കി ചിരിക്കാൻ പറഞ്ഞു. അവരെ നോക്കി ചിരിച്ചപ്പോഴും അവർ ചിരിച്ചു. നിങ്ങളോട് പറഞ്ഞ അയാളുടെ തോളത്ത് കൈ പിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ പിടിച്ചു. കുലുക്കാൻ പറഞ്ഞു. കുലുക്കി. അവരും കുലുങ്ങി, നിങ്ങളും കുലുങ്ങി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതറിയോ, ഇതാണ് ക്രിസ്തുവിൻ്റെ മുഖം. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ? മറ്റൊരാളെ നോക്കി ചിരിച്ചാൽ മതി. ഒരാൾ ഒരു പ്രശ്നമായിട്ട് നിങ്ങളുടെ അടുത്ത് വരിക, അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? നിങ്ങൾ ചിരിച്ചു നോക്കി അയാളെ നോക്കി. മരിച്ച വീട്ടിൽ പോയി ചിരിക്കരുത് കേട്ടോ. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഓ അതല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിരിക്കണം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളെ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത നിങ്ങൾ വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. ഞാൻ അവരോട് ചോദിച്ചു, എടാ നിനക്ക് നിന്നെ വിശ്വാസമാണോ? അപ്പം പറയാ അല്ല. അതെന്തിയേ? എനിക്കെന്നെ വിശ്വാസമില്ല. ഞാൻ ചോദിച്ചു എന്തിയേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എന്നെ അച്ഛനോട് പറയണേ വിശ്വാസം ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു, നീ എന്നെ കൊല്ലുവോ? ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതിവാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? അവർക്ക് അവരോട് തന്നെ ഒരു വിശ്വാസമില്ല, അവരോട് തന്നെ ഒരു മതിപ്പില്ല, അവരോട് തന്നെ ഒരു ഇഷ്ടമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ചിരിക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കണം. ഓക്കെ, അത് ഏതവനോടത്? യു സ്റ്റാൻഡ് അപ്പ്. ഇങ്ങോട്ട് വാ. ഇതെന്തത്? ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് നിന്നെ കുറിച്ച് മതിപ്പുണ്ടോടാ? നിനക്ക് നിന്നെ കുറിച്ച് മതിപ്പുണ്ടോ? ഉണ്ട്, ചെറുതായിട്ടോ? ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? ബാക്കിയുള്ളവർ പറയണം മതിപ്പുണ്ടോ നിന്നെ കുറിച്ച്. ഇവനെ കുറിച്ച് നിങ്ങൾക്ക് മതിപ്പുണ്ടോ? ഇല്ലെന്നാ? ഒരു ഇതില്ലെന്ന് പറയണേ. നിന്നെ കുറിച്ചുള്ള നിന്റെ മതിപ്പൊന്നിട്ടാ? സത്യസന്ധനായ ഒരു പയ്യൻ. ആര്? മതിപ്പ് എന്നെ അവനെ കുറിച്ചുള്ള അവന്റെ മതിപ്പ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് തോന്നണ്ടോ? ഉണ്ടോ? നീ സത്യസന്ധനാണോടാ? ഉറപ്പായിട്ടും 100%. 100%, 101% ഇവനെ കുറിച്ച് മതിപ്പ്. ഇവൻ സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു നല്ല കൈഡി കൊടുത്തേ. ഇവൻ സത്യസന്ധനായ ചെറുപ്പക്കാരനാണെങ്കിൽ ഇവന്റെ മുഖത്ത് ക്രിസ്തു ഉണ്ടാവും അല്ലേ? ഈ മുഖത്ത് നോക്കിയിട്ട് ക്രിസ്തുവിനെ കാണാൻ പറ്റുണ്ടോ? എവിടെയൊക്കെയോ ക്രിസ്തു ഉണ്ടല്ലേ? ഓ, ക്രിസ്തു പോലും പേടിക്കും ഇത് വേണ്ട. ഞാൻ എന്തിനാ പറഞ്ഞതറിയോ എൻ്റെ മക്കളെ? അവനെ കുറിച്ചുള്ള മതിപ്പ്. അവൻ നല്ല പയ്യനാ, അതുകൊണ്ടാണ് അവനെ കുറിച്ച് അവന്റെ മതിപ്പ്. അവൻ സത്യസന്ധനാണ് അവൻ പറയണേ. വേറെ എന്തെങ്കിലും ക്വാളിറ്റി നിനക്കുണ്ടോ? എല്ലാവരും നല്ലോണം സ്നേഹിക്കും. നമ്പർ ഒന്ന് പറയോ? സ്നേഹം വേണ്ടവര് വരിക. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കിട്ടുന്നതായിരിക്കും. ഹോൾസെയിൽ വേണ്ടവർക്ക് കൊടുക്കൂലടാ. ചില്ലറ പൈസ ചില്ലറ പൈസ വെച്ച് ഹോൾസെയിൽ കൊടുക്കുന്നതായിരിക്കും. സ്നേഹം വേണ്ടവർ സമീപിക്കുക. നമ്പർ പറഞ്ഞേ. 98 46 72 33 21. ഇത് ഏത് നമ്പറാണ് അത്? നമ്പർ. ഓക്കെ, അപ്പൊ അവനെ കുറിച്ചുള്ള അവന്റെ മതിപ്പാണ്. അവൻ സ്നേഹിക്കും, അവൻ സത്യസന്ധനാണ്. എനിക്കെന്തിനും ഞാൻ തമാശയായിട്ട് പറഞ്ഞെങ്കിലും അവനെ കുറിച്ച് ഒരു കൺവിൻഷൻ അവനുണ്ട്. ഞാൻ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാ, ഞാൻ സ്നേഹിക്കാൻ അറിയാവുന്ന വ്യക്തിയാ, സത്യസന്ധനായ വ്യക്തിയാ. എനിക്ക് നിങ്ങളോട് കുറിച്ച് പറയാനുള്ളതറിയോ? പൊക്ക പേരൊന്നിട്ടെന്ന് പറഞ്ഞേ. മനോജ്. ജന്മത്ത് വരരുത്, പൊക്കോ. ഓക്കെ, ഇപ്പോൾ നീ പൊക്കോ. ഓ, എനിക്ക് എന്താ നിങ്ങൾ പറയുന്നറിയോ? എൻ്റെ മക്കളെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു മതിപ്പുണ്ടാക്കിയെടുക്കുക. നിങ്ങളെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങളെക്കുറിച്ച് ഈ രസകരമായ കാര്യങ്ങൾ ചേർത്ത് പിടിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരെ കൊണ്ടു നടക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും എപ്പോഴും നോക്കുക. എനിക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു മതിപ്പ് വേണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബോയ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ അവിടെയൊക്കെ നോക്കി. ആ താടിക്കാരൻ്റെ എഴുന്നേറ്റുന്നേ. കമോൺ ഹിയർ. ഇന്ന് എത്തോ? എവിടെന്നെങ്കിലും കയറ്റി വിടറവനെ. മാറിക്കൊടുക്ക്. ഇങ്ങോട്ട് വാ.
ഞാനിങ്ങനെ നോക്കി കിടക്കാം എവിടേക്കൊക്കെ ശ്രദ്ധ പോണേന്ന് കേട്ടോ. ഈ പന്തലിന് പുറത്തുള്ളവരെയും പിടിക്കാല്ലേ? വേണോ? പന്തലിന് പുറത്തിരിക്കുന്നവരെയും പിടിക്കാലോ? എല്ലാവരും ഇരിപ്പുണ്ട്. നീ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. പഠിച്ചു പറഞ്ഞേ. ആൽബിൻ റോബിൻസ്. നല്ല മുടിയാട്ടോ. ഇത് കുറേ ഉണ്ടല്ലോ അത്. ഡൊണേറ്റ് എന്നാ തള്ളാടാ തള്ളണേ. ഡൊണേറ്റ് ചെയ്തോ? ഇപ്പോഴും ഡൊണേറ്റ് ചെയ്തോ? അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ ഡൊണേറ്റ് ചെയ്യാൻ പോവാ. ഓ, ഒരു സത്യസന്ധനായ ചെറുപ്പക്കാരൻ കൈയടിച്ചേ. ഗുഡ് കേട്ടോ. നിന്നെ കുറിച്ച് നിനക്ക് മതിപ്പുണ്ടോ? മതിപ്പുണ്ട് കുറച്ച്. എന്താണ് അതുള്ളേ? എന്താണ് നേട്ടാ, എന്തൊക്കെയോ മതിപ്പുണ്ട്. എന്ത് മതിപ്പുള്ളേ? ശരിക്കും പറഞ്ഞാൽ നിനക്ക് നിന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ബേസിക്കലി ശരിക്കും? ശരിക്കും. വൈ? എന്താണെന്ന് അറിഞ്ഞൂടോ, എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാൻ പറ്റിയ ആള്. ഓക്കെ, ഇഷ്ടപ്പെടാൻ പറ്റിയ ആളാ കേട്ടോ. ഇവനെ പിടിക്കാൻ നല്ല സുഖമുണ്ടേ. ഓക്കെ, അല്ല നല്ല നല്ല സുഖമുള്ള ശരീരമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയുന്നറിയോ, നിങ്ങൾ ഓരോരുത്തരും ഇപ്പം അച്ഛൻ കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പറയും നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര മതിപ്പും ഇഷ്ടവും സ്നേഹമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം അച്ഛന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു വീഡിയോ കണ്ടു. അവനോട് അതിന് ഫാൻസ് ഉണ്ടോ? ഓക്കെ, ആരെങ്കിലും ഉണ്ടാവട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വീഡിയോ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂയിൽ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തോട് ഇന്നത്തെ യുവജനങ്ങളോട് താങ്കൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നിട്ടാ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഏറ്റവും സുന്ദരമായ കാര്യം എന്നറിയോ? ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. ഈ ലോകത്ത് ആര് വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ മുഖം അതായിരുന്നു. ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്രിസ്തു സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്നെങ്കിൽ അവനെ വിശ്വാസമായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് അവന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങളെ വിശ്വസിക്കണം. നിങ്ങളെ സ്നേഹിക്കണം. എടാ, നീ നിന്നെ വിശ്വസിച്ചില്ലെങ്കിൽ വേറൊരാൾ നിന്നെ വിശ്വസിക്കുമോ? ഇല്ല. വേറെ ആർക്കെങ്കിലും നിന്നെ വിശ്വാസമാണോ? അതെനിക്കറിഞ്ഞൂടാ. ചായ കുടിച്ചോ? കുടിച്ചു. എന്തായിരുന്നു തിന്നേ? ചായ കുടിച്ചു. ചായ എന്താ കഴിച്ചേ? കഴിച്ചില്ല. ഒന്നും കഴിച്ചില്ല. എന്നിട്ടും നീ ഇങ്ങനെ ഇരിക്കുകയാണോ? ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. അവന് ഒത്തിരി ഇഷ്ടമാണ്. അവന് ഒത്തിരി കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു നല്ല കൈഡി കൊടുത്തേ. ഗുഡ് ബോയ് കേട്ടോ. ഗുഡ്. ഞാൻ എന്തിനാണ് പറഞ്ഞതറിയോ? എൻ്റെ മക്കളെ, നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങണം, ഇഷ്ടപ്പെട്ടു തുടങ്ങണം, മതിപ്പുണ്ടാകണം നിങ്ങളോട് തന്നെ. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭംഗിയെക്കുറിച്ച് നിങ്ങൾക്കൊരു മതിപ്പുണ്ടാവണം. എന്നാലേ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂ. ചിരിച്ചേ. അതാരുടെ അട്ടഹാസട്ടെ? ആ ബോധമില്ലാത്തവരല്ലേ ഞാൻ നേരത്തെ വിളിച്ചേ? നീ ഇരുന്നോ കേട്ടോ. ഞാൻ എന്താ പറയുന്നതറിയോ? എൻ്റെ മക്കളെ, നിങ്ങൾ ചിരിക്കുക, മാക്സിമം ചിരിക്കുക. എൻ്റെ ഇടവകയിൽ എനിക്കറിയാവുന്ന ഒരു സിസ്റ്ററുണ്ട്, ഒരു ആന്ധ്രക്കാരി സിസ്റ്ററാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഈ സിസ്റ്ററിനെ എല്ലാവരും വിളിക്കുന്ന പേരെന്നറിയോ? ചിരിക്കുടുക്ക. ഈ പുള്ളിക്കാരത്തി, ഞങ്ങളുടെ ഇടയിൽ സിസ്റ്റർമാരുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഈ സിസ്റ്റർമാരുണ്ട്. ഈ സിസ്റ്ററിൻ്റെ ജീവിതം കണ്ട് എത്ര പേരാണെന്നറിയോ സിസ്റ്ററാകാൻ പോയേ? ഈ പുള്ളിക്കാരത്തിക്ക് ഭാഷ അറിയില്ല, ആന്ധ്രക്കാരിയാ, മലയാളം, കേരളത്തിൽ വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് സേവനം ചെയ്യുന്ന ഒരു സിസ്റ്ററാ. ഇതിനും ഭാഷ അറിയത്തില്ല, നമ്മൾ എന്തു പറഞ്ഞാലും അതിന് മനസ്സിലാവില്ല. പക്ഷെ അത് ഒരു കാര്യം എപ്പോഴും ചെയ്യും. എന്താ ചെയ്യണമെന്നറിയോ? ചിരിക്കും. ആരെ കണ്ടാലും ചിരിക്കും. ആരെങ്കിലും പ്രശ്നമായിട്ട് വന്നാലും എത്ര പേർക്കാരെന്നറിയോ ഇത് എപ്പോഴും ഇതിന് മെസ്സേജ് അയക്കണേ? ഇതിന് വായിക്കാനൊന്നും അറിയാം, ഇംഗ്ലീഷ് അറിയാം. അതിൻ്റെ പേര് ചിരിക്കുടുക്കാന്നാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ യുവതിവാക്കളാണെങ്കിൽ മറ്റൊരാളെ നോക്കി ചിരിക്കാൻ പഠിക്കണം. ഇന്നത്തെ എല്ലാ യുവതിവാക്കളുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി, ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഇങ്ങനെ കടുപ്പിച്ചൊക്കെ നോക്കോളൂ. നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ. എടാ, യു സ്റ്റാൻഡ് അപ്പ്, കമോൺ. പാൻറ് ഊരിപ്പോരോ? ഇങ്ങോട്ട് വാ. നല്ല ഷർട്ടാട്ടോ. ഇങ്ങോട്ട് വാ. പൊത്തിപ്പിടിക്കാനുള്ള വാ. ഇങ്ങോട്ട് വാടാ അങ്ങടെ. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? ആദർശ്. നല്ല മുടിയാണേ, കുളിക്കാറില്ലല്ലേ? ഓക്കെ, ഇന്നും കൂടെ കുളിച്ചത്. ഓക്കെ, ആദർശ് കുളിക്കുന്ന കൊച്ചിറക്കനാണ്. ഓക്കെ, ആദർശിന് ഇഷ്ടം തോന്നിയിട്ടുള്ള രണ്ട് കാര്യം വരുന്നേ.
ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഗെയിംസ് കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഏത് ഗെയിംസ്? മൊബൈൽ ഗെയിംസ് ആയാലും ഈ ഔട്ട്ഡോർ ഗെയിംസ് ആയാലും. ഓക്കെ, പിന്നെ പിന്നെ എന്താ, ഉറങ്ങണം, കഴിക്കണം, പിന്നെ കഴിക്കണം, ഫുഡ് കഴിക്കണം. നിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞേ? വേറെ ഒന്നുമില്ല, ആർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകണം, അത്ര തന്നെ. നീ എന്തിനാടാ ജീവി നിനക്കൊരു ലക്ഷ്യം പറഞ്ഞാടാ, ഒരു ലക്ഷ്യം പറഞ്ഞേ, ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം പറഞ്ഞേ. മാക്സിമം ട്രാവൽ ചെയ്യണം, കുറേ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം, അതൊക്കെ തന്നെ, അല്ല വേറെ ഒന്നുമില്ല. പോ 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 അവന്റെ ലക്ഷ്യങ്ങളാട്ടോ അവൻ പറഞ്ഞേ. നല്ല കാര്യം. അപ്പുറത്തവനെ എഴുന്നേറ്റടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സമയം പോണ് കർത്താവ്, വേം വാ. വിശക്കുണ്ടോ? കുഴപ്പമില്ലേ? കുഴപ്പമില്ല, ഓക്കെ അല്ലേ? നിനക്ക് നിന്നെ ഇഷ്ടമാണോ? വൈ? എനിക്കറിയില്ല. ഓക്കെ, നിന്നെ കുറിച്ച് 2 മതിപ്പുള്ള കാര്യം പറഞ്ഞേ. അങ്ങനെ വലിയ മതിപ്പൊന്നും എനിക്കില്ല. പക്ഷെ നിനക്ക് ഇഷ്ടമാണ് നിന്റെ 2 ക്വാളിറ്റി പറഞ്ഞേ. എല്ലാരെയും സ്നേഹിക്കും. ദൈവമേ, ഇതിന് മാത്രം സ്നേഹം എവിടുന്ന കിട്ടണ കർത്താവേ? ഈ ലോകത്തുള്ള എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ കർത്താവേ? ഞാൻ ചോദിച്ചോട്ടെ, എല്ലാവരെയും സ്നേഹിക്കും. ഓക്കെ, വേറൊരു ക്വാളിറ്റി? ക്വാളിറ്റി ഇല്ല. ഒരു ക്വാളിറ്റി ഇല്ല. നിനക്ക് എന്തായി തീരണമെന്ന് ആഗ്രഹം? ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം, അത്ര. ഒരു ജോലി കിട്ടണം. ഒരു ജോലി കിട്ടണം. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല, എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഒരു കൂലിപ്പണിക്ക് പോയാൽ റെഡിയായി ആ പോണം കേട്ടോ. നല്ല കാര്യ, അത് നല്ല ജോലി പാ, ഒരു പ്രശ്നമില്ല. ഏത് ജോലിക്ക് അന്തസ്സുണ്ട് കേട്ടോ. പക്ഷെ ഒരു ജോലി മാത്രമല്ല നിന്റെ കരിയർ കേട്ടോ. അതാണ് നിന്റെ കരിയർ, അതാണ് നിന്റെ എയിം. ആണോടാ? അല്ല അല്ല. ഓക്കെ, അപ്പോ എനിക്ക് എന്താ പറയുമോ, എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുള്ളൂ. കൊച്ചിൻ്റെ ആഗ്രഹം എന്നാ? സുന്ദരിയാണ്. വർക്ക് ചെയ്യണോ? എന്ത് ചെയ്യണേ? നേഴ്സാണ്. ഓക്കെ, അതിന് തീർന്നോ? ഇല്ല, പഠിക്കണം. ഇനിയും പഠിക്കണം. എന്ത് പഠിക്കും? ഞാൻ ഇപ്പോൾ എൻട്രൻസിന് വേണ്ടി നോക്കണം. വിദേശത്ത് പോകണ്ട്? വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാ? നീറ്റ് എഴുതാൻ വേണ്ടി നോക്കണോ? ഓക്കെ, വിദേശത്ത് പോകണ്ടോ? പോണം. അതാണ് എയിം. അതൊരു എയിമാണ്. ഓക്കെ, താങ്ക് യു. ഇരുന്നോ. എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളത് അറിയോ? പൊക്കടാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മതിപ്പുള്ളവരാക്കുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾ തന്നെ ചിരിക്കുക കുറച്ചു നേരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാ, എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പേരുടെ പേര് ചോദിച്ചു. നിങ്ങൾ കുറേ പേരുടെ പേര് പറയും. മോളെ, യു സ്റ്റാൻഡ് അപ്പ്. ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര് പറയാമോ? അമ്മ, പപ്പ, അനിയൻ. 5 പേരാണല്ലേ? പിന്നെ 2 ഫ്രണ്ട്സ്. എനിക്കത് അങ്ങനെയൊക്കെ ചോദിച്ചു. കമോൺ കമോൺ കമോൺ, ഇവിടെ വാ. സുന്ദരിയാ കേട്ടോ. ഇതെന്തീ കാതുമ്മ കിടക്കണ വെഞ്ചാമരോ? ഓക്കെ, അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര്? അമ്മ, പപ്പ, അനിയൻ, പിന്നെ വേറെ 2 ആരുവാ? ആരടി അത്? ഗീതു, ശ്രുതിമോൾ. ഗീതു, സുതിമോള്. ഓക്കെ, മോളെ ഇങ്ങോട്ട് വന്നേ. ഇവിടേക്ക്. നിങ്ങൾക്ക് എവിടെ നിന്നാ വന്നത്? ഇതൊക്കെ യൂത്താണോ? ഓക്കെ, ഭയങ്കര ആക്റ്റീവാണ്. ആക്ഷൻ സോങ് ഒക്കെ കളിക്കണ കാണായിരുന്നു നിങ്ങൾ. ഓ കൊച്ചിന് ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര് പറഞ്ഞേ. പപ്പ, മമ്മി, അനിയൻ, അച്ചമ്മ, കുഞ്ഞാറ്റ. അച്ചമ്മ എന്ന് പറഞ്ഞ ആരാ? അച്ഛൻ്റെ അമ്മ. മറ്റേതാരാ? കുഞ്ഞാറ്റ എൻ്റെ പെറ്റ. പെറ്റോ? ഏത് പെറ്റ്? ഏത് പെറ്റെന്നറിയോ? പൂച്ച. പോട്ടെ. ഇനി മോളെ കൊന്നേടി, ഇവിടെ ഇരിക്കും. വാ, ഇങ്ങോട്ട് വാ. ഇപ്പം തരാല്ലാത്ര ഞാൻ. വാട്ട്സ് യുവർ നെയിം? അഞ്ജിത. ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര്? ഏറ്റവും ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര്? അമ്മ, പപ്പ. നീ എന്തിനാ അങ്ങോട്ട് നോക്കണേ? അമ്മയപ്പനുണ്ടോ ഇവിടെ? അമ്മ അപ്പ ഉണ്ടോ? കുഴപ്പമില്ല. പിന്നെയോ? 3 പേരുടെ പേര് പറ. നീ അദീനാരാ? അദീന.
അയ്യന് അയിന 5 പേരായി തീർന്നല്ലേ? ഓക്കെ, രണ്ടൊന്ന് ചെറുക്കന്മാരെ പിടിക്കണം. ഇടങ്ങ് വന്നെടാ. ഈ ഇവിടെയിൽ വന്നേക്കണേലും ഒരു സുന്ദരൻ ഇവനാ. ഇങ്ങോട്ട് വാ, നിങ്ങോട്ട് വേം വാ, വഴി കൊടുക്ക അതിനെ. വേം വാ, നല്ല മുടിയാട്ടറാ, നാളേക്കെല്ലാം പൊക്കോളും. ഓക്കെ, ഒന്നും പോവില്ലടാ. പേരെന്തോട്ടാ? ദേവാശിഷ്. എന്തൊട്ടട്? ദേവാശിഷ്. ദേവാദിശോ? ദേവ ആശിഷ്. എന്നാ പേരാടാ അത്? നിന്റെ അപ്പനമ്മേനെ സമ്മതിക്കണം കേട്ടോ. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ട 5 പേരുടെ പേര്? പപ്പ, അമ്മ, ചേട്ടൻ, അമ്മച്ചി, ഞാൻ. പപ്പ, അമ്മ, ചേട്ടൻ, അമ്മച്ചി, പിന്നെ ഞാൻ. 5ാമത്തെ സ്ഥാനം അവന് കേട്ടോ. ഓക്കെ, ഇനി പിടിക്കണ പോലെ കർത്താവേ എവിടെ നിന്ന് പിടിക്കും? യു സ്റ്റാൻഡ് അപ്പ്. വാട്ട്സ് യുവർ നെയിം? ഇങ്ങോട്ട് വാ. യു കം ഓൾസോ. യു കമോൺ. ഞങ്ങൾ അധിക്കുന്നോ? കുഴപ്പമില്ല, കൊച്ചും കൂടെ വാ. വാട്ട്സ് യുവർ നെയിം? അനുഷയ്ക്ക് ഇഷ്ടപ്പെട്ട 5 പേര്? അമ്മ, പപ്പ, അമ്മ, പപ്പ, അനിയൻ, അപ്പച്ചൻ, അമ്മ. അനിയൻ, അപ്പച്ചൻ, അമ്മാമ്മ. വാട്ട്സ് യുവർ നെയിം? ചുമന്നേക്കാളിലോടാ ചുമണ്ട്. ഇതൊക്കെ കവളൊക്കെ ചുമന്നിട്ടുണ്ട്. ഓക്കെ, ജിറ്റോക്ക് ഇഷ്ടപ്പെട്ട 5 പേര്? അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ, പിന്നെ അളിയനോ? അനിയൻ. അനിയൻ, പിന്നെ ആരുമില്ല, 4 പേരെ. 5 പേര്. പിന്നെ പള്ളിയിൽ സാർ. പള്ളിയിലെ സാറോ? അതേതത്? ആ കൈ പാടില്ലാത്തതാ. നിന്റെ ഒക്കെ സ്നേഹം കൊണ്ട് അങ്ങനെ ഇരിക്കണേ. ഈ പള്ളിയിലെ സാറിനെ ഭയങ്കര ഇഷ്ടമാണോ? ഓക്കെ, ഇനി ഒരാളും കൂടി വിളിച്ചാൽ അല്ലെങ്കിൽ സമയം പോവും. അതുകൊണ്ടാ കേട്ടോ, ഒരാളും കൂടി ഒരിക്കലും ആൺകുട്ടി. നീ വന്നേ. യു കമോൺ. വേമ്പാ, അച്ഛന് സമയമില്ല. ഓക്കെ, ഓടി വാ. നല്ല സുന്ദരനാട്ടോ, നല്ല താടി, നല്ല മുടി, നല്ല ശരീരം. കേറിക്ക്. വാട്ട്സ് യുവർ നെയിം? അരുൺദാസ്. അരുൺദാസിനെ ഇഷ്ടപ്പെട്ട 5 പേര്? അഞ്ചലോ, എൻ്റെ കൂടെയുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. നീ ഇതുപോലെ തള്ളലടാ. അവൻ്റെ തള്ളൽ കൈയടിക്കാൻ കുറേ എണ്ണങ്ങളും. ഈ തള്ളാതെ 5 പേരുടെ പേര് പറ. ഒരാൾക്ക് ഒരിക്കലും ഒരു പോസിബിളായിട്ട് ഒരിക്കലും എല്ലാവരും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റില്ല. അരുൺദാസ് ഞാൻ സമ്മതിക്കില്ല. അരുൺദാസേ, ഓക്കെ, അരുൺദാസിന് ഇഷ്ടപ്പെട്ട 5 പേര് പറഞ്ഞേ. നിന്റെ അപ്പനെ പോലെയാണോ നീ അയൽവക്കത്തെ ജോസേട്ടനെ സ്നേഹിക്കണേ? അപ്പൊ നിന്റെ അപ്പനെ സ്നേഹിച്ച ഒരു ജോസേട്ടനെ സ്നേഹിച്ചില്ലെങ്കിൽ ജോസേട്ടൻ പിണങ്ങത്തില്ല. കുറെ ആൾക്കാർ ഇഷ്ടമാണ്. എനിക്കതിൽ 5 പേരുടെ കയറി കിട്ടിയ മതി. ഓക്കെ, വൈഫിന് ഇഷ്ടമാണ്. വെറുതെ അല്ല. പിന്നെ പപ്പ, അമ്മ, 2 ചേട്ടന്മാരുണ്ട്. പുള്ളി കരുതിയിരിക്കുന്നുണ്ട് ആദ്യമേ തന്നെ വൈഫ്. ഓ, രക്ഷപ്പെടണേ കർത്താവേ. ഞാൻ അറിഞ്ഞില്ലടാ നീ കല്യാണം കഴിച്ചാന്ന്, അല്ലെങ്കിൽ വിളിക്കില്ലായിരുന്നു. വൈഫിന്റെ അനിയന് ഇഷ്ടം പറഞ്ഞില്ലല്ലോ നീ പേര് പറഞ്ഞാ. ഒന്നുകൂടി പറഞ്ഞേ. ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറ. വൈഫ്, പപ്പ, അമ്മ, 2 ചേട്ടന്മാർ, പിന്നെ വൈഫിൻ്റെ അനിയൻ, വൈഫിൻ്റെ പപ്പ, അമ്മ, പിന്നെ ചേട്ടൻ്റെ 2 ഭാര്യമാര്, ഒരു കുഞ്ഞ്. ആ പഞ്ചായത്ത് മുഴുവൻ പറ. എല്ലാവരും ഉണ്ട്. ഇവന്റെ വീടുണ്ടല്ലോ, ഇവന്റെ വീട്ടും പേരെന്നുണ്ടെന്നറിയോ? ഹൗസ് നെയിം സ്നേഹാലയം. ആർക്ക് വേണമെങ്കിലും സ്നേഹിക്കാൻ വീട്ടിലേക്ക് വരാം. ഇവനാണെങ്കിൽ വാരിക്കോരി സ്നേഹം കൊടുക്കും. എൻ്റെ പൊന്നുമോളെ, നിന്റെ ഒക്കെ ഒരു കാര്യം. അച്ഛൻ ഇവരോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചു. ഇഷ്ടപ്പെട്ട 5 പേര് കേട്ടോ. ഇവര് പറഞ്ഞതില് എൻ്റെ മക്കളെ, ഇവര് പറഞ്ഞതില് ഇവര് മുഴുവൻ വീട്ടുകാരെ പറഞ്ഞു. ഇതുപോലെ കുഞ്ഞാറ്റനെ വരെ പറഞ്ഞു. ഓക്കെ, ഇവര് വീട്ടുകാര്. ഇവൻ പറഞ്ഞതിൽ അവസാനത്തെ വ്യക്തിയാണ് അവൻ കേട്ടോ. ഇവൻ പറഞ്ഞതിലും അവസാനത്തെ വ്യക്തിയാണ് അവൻ. ഇതിലില്ല. ഇതിൽ നാട്ടുകാർ മുഴുവൻ ഉണ്ട്, ഞാനില്ല. ഇതിൽ വീട്ടുകാരൊക്കെ ഉണ്ട്, അവരില്ല. ആകെ പറഞ്ഞതിൽ അവസാനത്തെ സ്ഥാനമാണ് ഈ 2 പേർക്കുള്ളത്. 5 പേരുടെ പേര് പറയാൻ പറഞ്ഞു. അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 5 പേരുടെ പേര്. ഞാൻ ചോദിച്ചൊരു ചോദ്യ. ഈ 5 പേരില് ഏറ്റവും അവസാനത്തെ സ്ഥാനത്താണ് 2 പേര് പറഞ്ഞേക്കണേ. നിങ്ങളെ ശരിക്കും പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, മതിപ്പുണ്ടാക്കേണ്ടത് ആരെയാ? കേട്ടില്ല. നിങ്ങളെയാണ്. നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊടുക്കേണ്ടത് നിങ്ങളെയാ. നിങ്ങൾ ചിരിച്ചാലാ നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ ചിരിക്കുള്ളൂ. നിങ്ങൾ സങ്കടത്തോടെ ഇരുന്ന ഇതിന്റെ വൈഫ് എഴുന്നേറ്റേ. വാട്ട്സ് യുവർ നെയിം? നീതു. ഇവൻ കരഞ്ഞ നീ കറിയോ?
എന്തിനാടാ? എടിയായി, ഇവൻ ചിരിച്ച നീ ചിരിക്കോ? ചിരിക്കും. ഇവൻ കരഞ്ഞ കരയും. കരയില്ലെന്ന് കേട്ടോ. ഞാൻ എന്തിനാന്ന് പറഞ്ഞു? നീ തിരുന്നോ? താങ്ക് യു നീതു. ഞാൻ എന്തിനാന്ന് പറഞ്ഞറിയോ? എൻ്റെ മക്കളെ, നിങ്ങളെ ആദ്യം സ്നേഹിച്ചു തുടങ്ങ്, നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾക്ക് അവിടെ ക്രിസ്തുവിൻ്റെ മുഖാകാൻ പറ്റും. ഇത് കുഴപ്പമെന്നറിയോ? നമ്മൾ നാട്ടുകാരെ മുഴുവൻ സ്നേഹിക്കാൻ നടക്കുക, ഒരുത്തി പെറ്റിനെ സ്നേഹിക്കാൻ നടക്കുക. അവിടെ സ്നേഹിച്ചോട്ടെ, നല്ല കാര്യം. പൂച്ചനല്ലേ, കുഴപ്പമില്ല, വേറെ ആരും പോയില്ലല്ലോ. അല്ല മുത്തേ, പൂച്ച ഏത് പൂച്ചയത്? സാധയാണോ? നാടൻ? ഏതെങ്കിലും ഇനം? ഒന്നുമില്ല. ഓക്കെ, ഞാൻ എന്താ പറയുന്നോ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഒരു കുഴപ്പം എവിടെയാ? നിങ്ങൾ യുവതിവാക്കളായിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു മതിപ്പുണ്ടാവണം, ഇഷ്ടപ്പെടണം, ചിരിക്കണം. നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതിവാക്കന്മാർക്ക് ഇല്ലാത്തൊരു കാര്യം അത്. സ്വയം കാര്യങ്ങളിൽ, സ്വന്തം കാര്യങ്ങളിൽ ഇഷ്ടമില്ല, കോൺഫിഡൻസ് ഇല്ല, വലിയ മതിപ്പില്ല, ഒരു കാര്യവും സ്വന്തം ജീവിതത്തിന് വേണ്ടി ചെയ്യില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, ഇഷ്ടമുള്ള 5 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒന്നാമത് പറയേണ്ടത് ആരുടെ പേരാ? നിന്റെ പേര് പറയണം. നിന്റെ പേര് പറയണം. അത് കഴിഞ്ഞിട്ടേ മറ്റൊരാളുടെ പേര് പറയാവൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളെ മതിപ്പുണ്ടെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ മതിക്കുള്ളൂ, വേറെ ആരും നിങ്ങളെ മതിക്കില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കുഴപ്പം അറിയോ? തേപ്പ്, പ്രണയം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ഇത് തന്നെയാണ് പ്രശ്നം. നിനക്കുണ്ടോ? ആർ യു സിംഗിൾ ഓർ മിങ്കിൾ? ആർ യു സിംഗിൾ ഓർ മിങ്കിൾ? അവരുടെ തോളത്തൊക്കെ താവും. ആർ യു സിംഗിൾ ഓർ മിങ്കിൾ? അങ്ങനെ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. അങ്ങോട്ട് വന്നില്ല, പേടിക്കണ്ട കേട്ടോ. ആൺകുട്ടികളാകുമ്പോൾ ചോദിക്കാമല്ലോ, അവന്മാർക്ക് നിന്നോട് ചോദിക്കണില്ല. ഓക്കെ, യു ആർ എ മിങ്കിൾ? നോ സിംഗിൾ. ഓക്കെ. ഞാൻ എന്താ പറയുന്നറിയോ? എൻ്റെ മക്കളെ, നിങ്ങളെ സ്നേഹിച്ചിട്ട് ഒരാളെ സ്നേഹിക്കാൻ പോയാൽ മതി. ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തില്. എന്തോ ഒരു കൗൺസിലിംഗ് കേസോ എന്നറിയോ? കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിട്ട് വിളിച്ചറിയാ, പട്ടണിയില്ല വെച്ചാ, പട്ടണിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ പറ്റാത്ത? പട്ടണിയില്ല എനിക്ക്. ഞാൻ ചോദിച്ചാ എന്തി? പട്ടണിയില്ല. നിനക്കുണ്ടോടാ? നിനക്കുണ്ടോ? നീ ഒരു കരച്ചിലൊക്കെ ഇട്ടല്ലോ. ഇപ്പോ നീ പറഞ്ഞിട്ടില്ല അങ്ങനെ പറ്റണില്ലെന്ന്? കുഴപ്പമില്ല. ഓക്കെ. ഞാനെന്താ പറഞ്ഞറിയോ? എൻ്റെ മക്കളെ, നിങ്ങളുടെ ഈ പ്രായത്തില് മറ്റൊരാളുടെ ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും, അടുപ്പം തോന്നും, ഒരാളെ സ്നേഹിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നും. പക്ഷെ ചിന്തിക്കണം, നിന്നെ കഴിഞ്ഞിട്ടേ പോവാവൂ. ഇഷ്ടമൊക്കെ തോന്നാം കേട്ടോ, ഇഷ്ടമൊക്കെ തോന്നാം. ഇപ്പൊ എന്നോട് എത്ര പേർക്ക് ഇഷ്ടം കേട്ടോ? എന്നോട് എത്ര പേർക്കാന്നൊരു ഇഷ്ടം തോന്നണേ? അതെന്റെ കുഴപ്പമാണോ? എൻ്റെ കുഴപ്പമാണോ? അല്ല. ആർക്കും ഇഷ്ടം തോന്നാം, എന്നോട് ഇഷ്ടം തോന്നാം. എന്നോടൊരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഭയങ്കര കംഫർട്ടാവും. അതെൻ്റെ പ്രത്യേകതയാ. അത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആൾക്കാർ പറയണേക്കാം, അച്ഛനോടൊരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, ഭയങ്കര കംഫർട്ടായിരിക്കും, ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. എന്നോട് സംസാരിക്കുന്നവർക്കൊക്കെ അങ്ങനെയാ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടം തോന്നാം. കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഐ ലവ് യു. ഞാൻ തിരിച്ചു പറഞ്ഞു, ലവ് യു ടു. കുഴപ്പമുണ്ടോ? ലവ് യു എന്ന മറ്റേ സ്നേഹം മാത്രമാണോ? അല്ല. എല്ലാ സ്നേഹത്തിനും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഡയലോഗ് ഒന്നുട്ടാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു ടു. ഓക്കെ, താങ്ക് യു. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ ഓർക്കണം, നിങ്ങളെ സ്നേഹിക്കാൻ ഒത്തിരി പേര് വരും. നിങ്ങൾക്ക് ഇഷ്ടം തോന്നാൻ കുറേ പേര് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ നിന്നെ മറന്ന് നീ സ്നേഹിക്കാൻ പോകരുത്. ആദ്യം നീ ചിന്തിക്കേണ്ടത് നിന്നെ തന്നെയാ. നിന്റെ ഇഷ്ടങ്ങളെ, നിന്റെ അഭിപ്രായങ്ങളെ, നിന്റെ ജീവിതത്തെ നീ സ്നേഹിക്കണം. നിനക്ക് നിന്നോട് ഒരു മതിപ്പുണ്ടാവണം, ഒരു ഇഷ്ടം തോന്നണം. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ലോകത്ത് നിങ്ങൾ ആരോട് ചോദിക്കുക, അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഞാൻ പറയും, എന്നെ തന്നെയാ. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എന്നെ മുഖമൊക്കെ നോക്കും.
ഞാൻ എൻ്റെ മുഖമൊക്കെ നോക്കിയിട്ട് ജിനു എന്നെ ഭംഗിയാ നിന്നെ കാണാൻ. ഓ, അപ്പം ഞാൻ പറയും ജിനു താടി വെക്കുന്നത് നല്ലത്. കഴിഞ്ഞ ദിവസം ഞാനൊരു തീരുമാനം എടുത്തു, മീശ ഇച്ചിരി കൂടി നീട്ടി വളർത്തണം. നല്ലതല്ലേ? ഇത് മതിയല്ലേ? എടി ഇത് മതിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാലം ഞാൻ സുന്ദരനാണോ സുന്ദരനല്ലേ? കഴിഞ്ഞ വർഷം കൊള്ളായിരുന്നു. ഈ പ്രാവശ്യമോ? പറയട്ടെ, ഈ വർഷം അതിനെക്കാളും കൊള്ളാം. അവളുണ്ടല്ലോ തള്ളൽ കേന്ദ്രത്തിൽ നിന്നാ വന്നെ. അവൾ കഴിഞ്ഞ വർഷം തന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം തള്ളലിനൊരു കുഴപ്പമില്ല. പക്ഷേ നീ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേറെ ആരും കേൾക്കണ്ട, നിന്നോട് മാത്രം പറഞ്ഞതാ. ഓക്കെ, അപ്പോ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്നറിയോ? മക്കളെ, നിങ്ങൾ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, കൊണ്ടെടുക്കുക, ചിരിക്കുക. എപ്പോഴും മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയിരിക്കാതെ നിങ്ങളെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും നോക്ക്. മറ്റവൻ എന്ത് ചെയ്യണു, മറ്റവൾ എന്ത് ചെയ്യണു, അവനിങ്ങനെ നടക്കണു, അവളിങ്ങനെ നടക്കണു, ഞാൻ അതുപോലെ നടക്കും. എന്തിനാന്നേ? നിങ്ങളെപ്പോലെ ജീവിക്കേ, നിങ്ങളെ ഇഷ്ടപ്പെട്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഈ ലോകറ്റ് എടുക്കുമ്പോൾ ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വരും. അച്ഛൻ ചിന്തിക്കുക, ദൈവമേ ഇത് അച്ഛനായതുകൊണ്ടല്ലേ? ആണ്, ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. ഒത്തിരി പേര് വന്ന് അച്ഛാ ഒരു സെൽഫി എടുത്തോ, നോ പ്രോബ്ലം. കാരണം എന്താ? ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, എൻ്റെ ഈ പൗരോഹിത്യത്തെ, എൻ്റെ ഈ ജീവിതത്തെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. ഇനി ഒരുത്തൻ വന്നിട്ട് നിങ്ങളോട് പറയുക ഐ ലവ് യു ടു എന്ന് പറഞ്ഞോ, നോ പ്രോബ്ലം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ ചിന്തിക്കണം, വേറൊരു തെറ്റായ ബന്ധത്തിലേക്ക് പോകുമ്പോൾ. കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിനെ കാണാൻ വന്നു, ഒരു അപ്പനമ്മയും കൊണ്ടു നിർത്തി. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാ, ഗർഭവതിയാ. ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി ഗർഭവതിയാ, എൻ്റെ മുമ്പിൽ ഇരിക്കുക. ഞാൻ ചോദിച്ചു ആരടി? പറയില്ല. എന്താ പറ്റിയ മോൾക്ക്? പറയില്ല. എന്താ പറയുന്നറിയോ? എൻ്റെ മക്കളെ, നിങ്ങൾ സ്വയം മറന്ന് ജീവിക്കരുത്. പ്ലീസ്, അച്ഛൻ്റെ റിക്വസ്റ്റാ, അപേക്ഷിക്കുക അച്ഛൻ. നിങ്ങളെ ഇഷ്ടപ്പെട്ടോ, പക്ഷേ നിങ്ങളെ വിറ്റ് തിന്നുന്നവർ നിങ്ങളുടെ ചുറ്റിനുണ്ടെന്ന് ഓർക്കുക. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാ. കാമത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്, അധികാരത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരുണ്ട്. ഇതിലൊന്നും പെട്ടുപോകരുത് എൻ്റെ മക്കള്. അതുകൊണ്ട് അച്ഛനോട് നിങ്ങൾ പറയാനുള്ള കാര്യം, നിങ്ങളെ മറന്ന് നിങ്ങൾ ആരെയും സ്നേഹിക്കരുത്. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇതൊക്കെ അങ്ങോട്ട് കേട്ടിട്ട് അങ്ങോട്ട് ചോദിച്ചു നോക്കി ഓരോന്നിൻ്റെ കാണാം അല്ലേ? ഇവിടെ ഇരിക്കുന്ന ചിലങ്ങള് പ്രണയത്തിന് വേണ്ടി ജീവിതം തന്നെ കൈമുറിച്ചവര്, പിന്നാലെ നടക്കുന്നവര്, പട്ടിയുടെ പോലെ I miss you. I love you. വാ. പറ്റണില്ല, നീ ഇല്ലാണ്ട് പറ്റണില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നിട്ട് എന്നോട് പറയുന്ന ഡയലോഗവൻ. ഞാൻ പറഞ്ഞു, ഈ പട്ടിയെപ്പോലെ മോങ്ങാണ്ട് നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? 10-30 വയസ്സായത് ഈ ചെറുക്കൻ വന്നിട്ട് പറയാ, എനിക്ക് പറ്റണില്ല അച്ഛാ. ഞാനാണീ അവൻ്റെ മുമ്പിലിരുന്നു, ഇവരിരുന്ന് മോങ്ങ. നിങ്ങളെല്ലാവരും ചിരിച്ചു തള്ളി. പക്ഷെ ശരിയല്ലേ നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ ഫ്രണ്ട് ഒരു നോ പറഞ്ഞാൽ തീർന്നു. നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ തീർന്നു. ആരെങ്കിലും നിങ്ങളുടെ സ്നേഹം വേണ്ടെന്ന് വെച്ചാൽ തീർന്നു. അതുകൊണ്ട് എൻ്റെ മക്കളെ, അച്ഛന് സമയമില്ല, അല്ലെങ്കിൽ അച്ഛൻ കുറേ പറയും ഇതിൽ. നിങ്ങളെ ഇഷ്ടപ്പെടുക. അപ്പം ആദ്യത്തെ 5 സ്ഥാനത്തിൽ 1-ാമത്തെ സ്ഥാനം ആർക്കാ? ഇനി 5 പേരുടെ പേര് പറഞ്ഞേ. ഞാൻ, അമ്മ, പപ്പ, അനിയൻ, ഏതെങ്കിലും ഒരു കൂട്ടുകാർ. ആരെങ്കിലും കൂട്ട്. യൂസ്. ഞാൻ, പപ്പ, മമ്മി, അനിയൻ, അച്ഛമ്മ, കുഞ്ഞാറ്റൻ. എന്നാലും കുഞ്ഞാറ്റനെ വിടില്ല. യു? ഞാൻ, അമ്മ, പപ്പ, അനിയൻ, അപ്പച്ചൻ. ഞാൻ, അമ്മ, പപ്പ, അനിയൻ, സാറ്. ഞാൻ, അച്ഛൻ, അമ്മ, ഭാര്യ. അപ്പൊ നീ ആദ്യം നേരത്തെ ഭാര്യനെ പറഞ്ഞു, ഇപ്പൊ 3-ാമത്തെ സ്ഥാനത്തേക്ക് പോയില്ല. അവള് കരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ മാറ്റിയതാണോടാ അവളെ? അവള് പാവം കൊച്ചല്ലടാ. നീ 2-ാമത്തെ സ്ഥാനം കൊടുക്കടാ. ഒന്നുകൂടി പറ. ഞാൻ, ഭാര്യ, പപ്പ, അമ്മ, പിന്നെ സഹോദരങ്ങൾ. നിനക്കുള്ളത് വെച്ചിട്ടുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടും. നീ പറഞ്ഞടാ. ഞാൻ, പപ്പ, അമ്മ, ചേട്ടൻ, അമ്മച്ചി. നീയോ? ഞാൻ, ദൈവം, അച്ഛൻ. ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ, ദൈവം. ഞാൻ തൊട്ടോട്ടെ? മതി പറഞ്ഞേ. ഞാൻ, ദൈവം, അച്ഛനമ്മ, അനിയത്തി.
പൊക്കോ, എല്ലാം പൊക്കോ. നല്ല കൈഡി കൊടുത്ത് ഇവർക്ക്. എൻ്റെ മക്കളെ, നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക, ഇഷ്ടപ്പെട്ടു തുടങ്ങുക. നിങ്ങളുടെ കരിയർ എന്താണ്, നിങ്ങളുടെ ജീവിതം എന്താണ്, നിങ്ങളുടെ കാലിബർ എന്താണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ എന്തെന്ന് പറഞ്ഞു തരുമോ? ഞാനൊരു സാധാരണ വൈദികൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കണ്ട 19 വയസ്സൊക്കെ പറയോ? അങ്ങനെ പറയില്ല കേട്ടോ, എനിക്ക് സങ്കടമാണ്. 50 വയസ്സ് പറയോ? എസ്ന്നോ നിന്റെ തലക്ക് ചടിക്കും. 50 വയസ്സ് പറയോ? പറയും, പെട്ടതലക്കായി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, അച്ഛനെ ഏകദേശം 34 വയസ്സുള്ളൂ. ഇന്ന് അച്ഛൻ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ, അച്ഛനെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാ. ഞാൻ വായിക്കാൻ തുടങ്ങി, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കൂട്ടുകാർ പറഞ്ഞു, നിനക്ക് നാണാവില്ലടാ പൊട്ട. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. എൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ എത്ര പേരെ കണ്ടെന്നറിയോ? 10 പേര്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. രണ്ടാമത്തെ വീഡിയോ 100 പേര് കണ്ടു. ഞാൻ പിന്നെ അയച്ചു കൊടുത്തു. അപ്പം എല്ലാവരും പറഞ്ഞു നിനക്ക് നാണാവില്ലേ, ഞങ്ങളെല്ലാം പറഞ്ഞു അയക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അയക്കും. ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. മൂന്നാമത്തെ വീഡിയോ ആയിട്ട് പിന്നെയും 20 പേരായി. പിന്നെ 4ാമത്തെ വീഡിയോ അത് അയച്ചു കൊടുത്തു. എല്ലാവരും പറഞ്ഞു എടാ നിർത്ത്, മതി, ഇതാരും കാണില്ലേ നിന്റെ വീഡിയോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യണേ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ തന്നെ കണ്ടോളാം എൻ്റെ വീഡിയോ. ഞാൻ എൻ്റെ വീഡിയോ 10 പ്രാവശ്യം ഇരുന്ന് കാണും. അല്ല, ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടാക്കുന്നത് ഞാൻ എന്നെ തന്നെ കാണാൻ തുടങ്ങി. ഞാൻ ഏറ്റവും കൂടുതൽ വ്യൂസ്. ഞാൻ എൻ്റെ അപ്പനമ്മയ്ക്കും പറഞ്ഞു, അപ്പ അമ്മ ഒന്നും ചെയ്യണ്ട, കുത്തിയാ മതി, കണ്ടോണ്ടിരുന്നോ. അപ്പൻ്റെ അമ്മയുടെ ഫോൺ വെച്ച് ഞാൻ കുത്തി കൊടുത്തു. അമ്മ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും മനസ്സിലാവണില്ല. എന്നാൽ അമ്മ പറഞ്ഞു, അമ്മ 2 പ്രാവശ്യം കാണും, 3 പ്രാവശ്യം കാണും. അമ്മയ്ക്ക് ആകെ യൂട്യൂബ് കാണാൻ അറിയാവുന്നത് എൻ്റെ വീഡിയോ മാത്രമാണ്. ആകെ സബ്സ്ക്രിപ്ഷൻ അത് മാത്രമേ ഉള്ളൂ. അത് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അമ്മയോട് പറയും കുത്തിക്കോ. അമ്മ കുത്തും കാണും. ഇങ്ങനെ ഞാൻ കുറേ പേരെ കുത്തിച്ചോണ്ടാ എൻ്റെ വീഡിയോ വൈറലായ. എനിക്കറിയാവുന്നവരോടൊക്കെ പറഞ്ഞു, എൻ്റെ ഇടവക സമൂഹത്തോട് പറഞ്ഞു, 1 പ്രാവശ്യം കുത്തിയാ 2 അനുഗ്രഹം കിട്ടും, 2 പ്രാവശ്യം കുത്തി. ഇടവകയോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, അച്ഛൻ തമാശ പറഞ്ഞു. പക്ഷെ അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു, ഒന്ന് കാണടി. കാരണം എന്തറിയോ? എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എൻ്റെ വീഡിയോസ് കാണുന്ന ഇഷ്ടമായിരുന്നു. നിങ്ങൾ ഒന്ന് ചിന്തിച്ചോക്ക്, അച്ഛൻ ഇപ്പം എത്ര വിദേശങ്ങളിൽ പോയിട്ടുണ്ടെന്നറിയോ? 34 വയസ്സിനുള്ളിൽ എത്ര വിദേശങ്ങളിൽ പോയിട്ടുണ്ടെന്നറിയോ? 10-12 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ തമ്പുരാൻ തന്ന അനുഗ്രഹമാണ്. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, മറ്റുള്ളവർ തേടി വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെടുക. എന്ന് വെച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും കിടന്നുറങ്ങി തിന്ന് ഉറങ്ങി ഇങ്ങനെ ഇരുന്നാൽ ഒരാൾ ഇഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടക്കണം, ഇഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, അച്ഛൻ്റെ ജീവിതം. അച്ഛൻ ഇപ്പോൾ ടോക്ക് എടുക്കാൻ പറ്റൂ, പള്ളിയുണ്ട്, പള്ളിയിലെ പ്രവർത്തനങ്ങളുണ്ട്, വീഡിയോ ചെയ്യണം, എന്തോരം കാര്യങ്ങൾ ചെയ്യണമെന്നറിയോ? ഇതിൻ്റെ ഇടയിലൊക്കെ സമയം കണ്ടെത്തും. കാരണം എന്താ? എനിക്കെന്നെ ഇഷ്ടമാണ്, എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്, ചിരിക്കി, നിങ്ങളെ ഓർത്ത്. നിങ്ങൾ എപ്പോഴും എന്നെ നോക്കിക്കോ, ഞാൻ ചിരിച്ചോണ്ടല്ലേ ഇരിക്കണേ? അല്ലേ? അതെ, ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്നറിയോ? നമ്മുടെ ചിരി കണ്ടിട്ട് എന്നോട് എത്ര പേര് യൂട്യൂബിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോ കാണുമ്പോൾ പറയുന്ന കാര്യം അറിയോ? അച്ഛൻ്റെ ചിരി കണ്ടാൽ മതി, ഞങ്ങൾ ഓക്കെയോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ചിരി. എൻ്റെ ചിരി നോക്കി, ഈ ചിരി കൊണ്ട് എത്ര പേരെ വീണേക്കണമെന്നറിയോ? നിങ്ങളുടെ ചിരി കൊണ്ടും ആൾക്കാരെ വീഴ്ത്താം, നിങ്ങളുടെ സംസാരം കൊണ്ട് ആൾക്കാരെ വീഴ്ത്താം. ആൾക്കാരെ വീഴ്ത്താന്നല്ല, ആൾക്കാരെ ആകർഷിക്കാം, ക്രിസ്തുവിലേക്ക് ആകർഷിക്കാം. നിന്റെ ചിരി ക്രിസ്തുവിൻ്റെ ചിരിയാകട്ടെ. എനിക്ക് ഒന്നാമത് പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. ഇത് പലർക്കും ഇല്ല. ഞാൻ ചോദിച്ചു, എന്താണ് നിന്റെ ലക്ഷ്യം? ഒന്നുമില്ല. മോളുടെ ലക്ഷ്യം എന്നാ? അവളോട് ചോദിച്ചിക്കണേ. അതെന്നാ? ഇങ്ങോട്ട് വന്നേ. വിശക്കുണ്ടോ? ഓക്കെ അല്ലേ? അച്ഛനൊരു 10 മിനിറ്റ് കൂടി എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. മോളുടെ ലക്ഷ്യം എന്നാ?
മൈക്കതാ ചോദിച്ചിട്ട് ഞാൻ പറയാം. പറഞ്ഞോ, ലക്ഷ്യം എന്നാ? പ്രത്യേകിച്ചൊന്നുമില്ല, പഠിക്കണം, ഏതെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല എന്തെങ്കിലും ആണെന്ന്. അച്ഛന് ചോദിക്കാൻ നേരില്ലാത്തതുകൊണ്ടാ. ഒരിക്കൽ കൂടി മോളെ, യു സ്റ്റാൻഡ് അപ്പ്. യാ, നീ തന്നെ. ലക്ഷ്യം ടീച്ചർ ആവണം. എന്ത് ടീച്ചർ? എല്ലാ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർ. അതെന്ത് ടീച്ചറാണത്? എല്ലാ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറോ? ഏത് ടീച്ചറാ? TTC പഠിക്കണം. TTs കോമൺ ടീച്ചറാ? ഓ, ഇരിക്കി, എന്തെങ്കിലും ആവട്ടെ, നിന്റെ മുമ്പിൽ ഇരിക്കുക അല്ലേ? ഓക്കെ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലക്ഷ്യം ഉണ്ടാവണം. ഓക്കെ മോളെ, യു സ്റ്റാൻഡ് അപ്പ്. യാ, യു ഓൾസോ സ്റ്റാൻഡ് അപ്പ്. ലക്ഷ്യം എനിക്കൊരു ജോലി വാങ്ങിക്കണം. ഏത് ജോലി? അങ്ങനെയൊന്നുമില്ല, ഏതായാലും മതി. എന്തായാലും മതി. നമ്മുടെ തൊഴിലുറപ്പുണ്ട്, പൊക്കോ. അത് നല്ല ജോലിയല്ലേ, തൊഴിലുറപ്പ് പൊക്കോ. യു സ്റ്റാൻഡ് അപ്പ്. നല്ല സുന്ദരനാട്ടോ. ലക്ഷ്യം ലക്ഷ്യത്തിലെത്തി. ലക്ഷ്യത്തില് ഏതാടാ അത്? ഒരു നല്ലൊരു IT കമ്പനി കയറുമ്പോൾ ആഗ്രഹം, അവിടെ എത്തി. കേറി. ഇനി ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും. ഇരിക്കി ഇരിക്കി ഇരിക്കി. യു സ്റ്റാൻഡ് അപ്പ്. ലക്ഷ്യം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഞാൻ അവിടെ തൊട്ട് ഇവിടം വരെ എത്തി കേട്ടോ. യു സ്റ്റാൻഡ് അപ്പ്. ലക്ഷ്യം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ആ മരത്തുമ്മ ചാരിക്കനോട് ചോദിച്ചു നോക്കട്ടെ. ലക്ഷ്യം പെണ്ണിനെ കണ്ടുപിടിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞടാ. ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നു. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഒരു പെണ്ണിനെ കണ്ടെത്തണം, സ്നേഹിക്കണം. എത്ര കൊച്ചങ്ങൾ വേണോടാ? ഒന്നോ? നിന്നെ കണ്ടാ പറയൂ ഒരു 5 ഉണ്ടാവുമെന്ന് കേട്ടോ. ഉണ്ടാവട്ടെ, മക്കളൊക്കെ ഉണ്ടാവട്ടെ. അവർ നല്ലൊരു പെണ്ണിനെ കണ്ടെത്താനും ഒരു നല്ല കൊച്ചിനെ സ്നേഹിക്കാനൊക്കെ പറ്റട്ടെ. പക്ഷെ അച്ഛൻ നിങ്ങൾ പറയുന്നത് അറിയോ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യം. ഒരു ജോലി വാങ്ങിക്കണം, തീർന്ന. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, തീർന്ന. ഇത് ഏത് നമ്പറാ? KL 20Q 5150. വുമൺ സെന്ററിന്റെ മുമ്പിൽ നിന്നും ഈ നമ്പറുള്ള വണ്ടി മാറ്റുക. ഇത് ക്ലാസ്സിൽ പെട്ടതല്ല കേട്ടോ, അറിയിപ്പാ. ചിലർ നോട്ട് എടുക്കണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഒരുത്തി ഞാൻ നോക്കുമ്പോൾ നോട്ട് എടുക്കുക, KL 722. അച്ഛനെ ഞാൻ കീവേഡോ കാനം പറഞ്ഞായിരിക്കും, അതല്ല, ഇത് മാറ്റിയിടാൻ പറഞ്ഞതാ. ഈ നമ്പറുള്ളവർ ആ വണ്ടി മാറ്റിയിടുക. താങ്ക് യു. ഞാൻ എന്താ പറഞ്ഞതറിയോ? അപ്പം എൻ്റെ മക്കളെ, നിങ്ങളെക്കുറിച്ചൊരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അച്ഛനെക്കുറിച്ച് എനിക്ക് 4 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 4 ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? 4 ലക്ഷ്യങ്ങൾ. ഒരു ലക്ഷ്യം അച്ഛനാവണം കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു അച്ഛനാകണം. അത് ആകാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തത് ഞാൻ എൻ്റെ ജീവിതത്തിലെ 3 ലക്ഷ്യങ്ങൾ സാധിച്ച മനുഷ്യനാ. അതുകൊണ്ട് ചോദിക്കുന്നത്, രണ്ടാമത്തെ ലക്ഷ്യം യൂട്യൂബർ ഒന്നും ആഗ്രഹമൊന്നുമില്ല, അത് വെറുതെ ആയിപ്പോയതാ. മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ടീച്ചർ ആകണമെന്നായിരുന്നു. മൂന്നാമതൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, ഏതെന്നറിയോ? നല്ല കർഷകനാകണം. ഈ 3 ആഗ്രഹങ്ങൾ സാധിച്ച മനുഷ്യനെ ജീവിതത്തിൽ ഞാനിപ്പോൾ ടീച്ചിങ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ. മോട്ടിവേഷൻ കൊടുക്കാൻ, ക്ലാസ് എടുക്കാൻ പലയിടത്തും പോയിക്കൊണ്ടിരിക്കുക. 4ാമത്തെ ആഗ്രഹം അതാകാൻ പറ്റില്ല. ഏതെന്നറിയാൻ പറ്റുമോ? ഒരു പട്ടാളക്കാരനാകണമെന്നായിരുന്നു, നാടിന് വേണ്ടി. പക്ഷെ അതാകാൻ പറ്റത്തില്ല. നിനക്കും അത് തന്നെയാണോ? നീ ആകും കേട്ടോ, നിന്റെ കയ്യിലിരിപ്പുണ്ടിട്ടാകും. ഓക്കെ, അപ്പോൾ അച്ഛനെ നിങ്ങളോട് പറയാനുള്ള കാര്യം, എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യണം. 2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞു? ഇവിടെ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെക്കുറിച്ചൊരു മതിപ്പുണ്ടാകണം, നിങ്ങൾ ബിലീവ് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഒരു ലക്ഷ്യം ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം അച്ഛൻ കൂടെ പറയാ, ചിലതിനോടൊക്കെ നോ പറയാൻ പഠിക്കണം. ജീവിതത്തിൽ ചിലതിനോടൊക്കെ
നോ പറയാൻ പഠിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്കിടെ കുഴപ്പമറിയോ? ചിലതിനോട് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു ചെറുക്കൻ വന്നിട്ട് നിന്നോട് പറയാ ഐ ലവ് യു, നിങ്ങൾ എന്ത് പറയും? യു സ്റ്റാൻഡ് അപ്പ്. ഒരു ചെറുക്കൻ വന്നിട്ട് നിന്നോട് പറയാ ഐ ലവ് യു, നീ എന്ത് പറയും? എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യും. ഷുവർ മോളെ, യു സ്റ്റാൻഡ് അപ്പ്. ഒരു ചെറുക്കൻ വന്നിട്ട് പറയാ ഐ ലവ് യു, ഇഷ്ടമില്ലെന്ന് പറയും. ഒറ്റയടിക്ക് പറയും. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അത് പറയാം. കല്യാണം കഴിഞ്ഞാളാ? അയ്യോ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ മോളെ. ഇതിന് കെട്ടിയവനെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ടോ? അറിയാണ്ട് പറഞ്ഞു പോയതാണേ, ക്ഷമിച്ചേക്കണേ. ഓക്കെ, നിങ്ങളത് ചിന്തിച്ചൊക്കെ ചിലതിനോടൊക്കെ നോ പറയാൻ പഠിക്കണം കേട്ടോ. ചിലതിനോടൊക്കെ നോ പറയാൻ പഠിക്കണം, എന്നാലേ ജീവിതത്തിൽ സക്സസ് ആവുള്ളൂ. ചില കാര്യങ്ങളോട്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട്, ചില വ്യക്തികളോട്, ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒക്കെ നോ പറയാൻ പഠിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന് കുഴപ്പമെന്നറിയോ? നോ പറയാൻ പേടിയാ, നോ പറയാൻ ഇഷ്ടമില്ല, നോ പറയാൻ സമ്മതമില്ല, നോ പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയാ ജീവിതത്തിന്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതിയുവാക്കളോട് അച്ഛൻ പെട്ടെന്ന് പോവാ, സമയമില്ലാത്തതുകൊണ്ട് നോ പറയാൻ പഠിക്കുക. ചിലതിനോടൊക്കെ നോ പറയാൻ പഠിക്കുക. 3 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു വെച്ചു. ഏതൊക്കെയാ? നിങ്ങളെ സ്നേഹിക്കണം, ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കണം ജീവിതത്തിൽ. എനിക്ക് എന്താകാൻ പറ്റും? പരിശ്രമിക്കണം, മാക്സിമം കേട്ടോ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കണ കാര്യം. 3ാമത്തെ കാര്യം നോ പറയാൻ പഠിക്കണം കേട്ടോ. നോ പറയാൻ പഠിക്കണം, ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. ഇവനെ വിളിച്ചേ, ഇങ്ങോട്ട് വന്നടാ. നിനക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, കേറുക. നിനക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, നീ ആ പെൺകുട്ടിയോട് പോയിട്ട് ഐ ലവ് യു എന്ന് പറയാ. അവൾ പറയാ നോ, നീ എന്ത് ചെയ്യും? ഞാൻ മിണ്ടാതെ നിൽക്കും. നിനക്ക് ഒടുക്കത്തെ ഇഷ്ടപ്പെട്ടിനെ എന്ത് ചെയ്യും? ഇടുവാടാ, ഇങ്ങോട്ട് മാറിയേക്ക്. ഇവനൊരു പെൺകുട്ടിയോട് അത് 4ാമത്തെ കാര്യമാണ് അച്ഛൻ പറയാൻ പോണേ. അതൊരു സിമ്പിൾ ഉദാഹരണം പറയണേ, അച്ഛൻ നിർത്തിക്കോളാം. ഓക്കെ, എടാ നിനക്കൊരു പെൺകുട്ടീനെ ഇഷ്ടം തോന്നി, നല്ല സുന്ദരി, കൊള്ളാം കേട്ടോ. അവൾ എൻ്റെ ഭാവി വധുവായിരിക്കാൻ കൊള്ളാവുന്ന പെൺകുട്ടി, നല്ല സുന്ദരി, നല്ല സ്വഭാവം, നല്ല കഴിവ്, നിനക്ക് ഇഷ്ടം തോന്നി. നീ പോയിട്ട് ആ പെൺകുട്ടിയോട് പറയാ ഐ ലവ് യു. അവൾ പറയാ നോ, നീ എന്ത് പറയും? കുറച്ച് ദിവസം പിറകെ നടക്കും. കുറച്ച് ദിവസം പിറകെ നടക്കും. എപ്പോഴൊക്കെ? അവള് പോകുന്നിടത്ത് പോകും. എന്നിട്ട് അവള് പറയാ നോ. പിന്നെ എന്തിനാ അവര് പിറകെ നടക്കണം? നമ്മൾ പിന്നെ നമ്മളെ കാര്യം നോക്കി പോകും. നീ 1 പ്രാവശ്യം പോയി നോ പറഞ്ഞു, 2 പ്രാവശ്യം പോയി നോ പറഞ്ഞു, പിന്നെ 3ാമത്തെ പ്രാവശ്യം പോവോ? ആലോചിച്ചിട്ട് മനസ്സ് പറയാ പിന്നെയും പോകണം, എന്ത് ചെയ്യും? പിന്നെ പോകില്ല. ഇതാണോ ശരിക്കും നിങ്ങള്? ആണോ? അല്ല. ഒരെണ്ണത്തിനോട് ഇഷ്ടം തോന്നിയ പിന്നാലെ നടക്കും. ഹായ് ഹൂയ്, ഹായ് ഹൂയ്, ഹായ് കൂയ്. അതായത് ഒരു അശരീരി അവിടെ നിന്ന്. എടാ നീ വന്നേടാ. നിങ്ങൾ രണ്ടുപേരും പോക്കാ. താങ്ക് യു. ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് വാ. നിനക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, നീ അവളോട് ചെന്ന് പറഞ്ഞു ഐ ലവ് യു. അവൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. നീ എന്ത് ചെയ്യും? നീ എന്ത് പറയും? എസ് എന്ന് പറയും. അവള് പിന്നെയും പറയാ നോ. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? എസ് പറയും. അവള് പറയാ നിനക്ക് ബോധമില്ലടാ നോക്കിയാ. അപ്പൊ നീ എന്ത് പറയും? നോ പറയും. ഓക്കെ, അവള് പിന്നെയും പറയാ നിന്നെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലടാ എന്ന് പറയാ. അപ്പൊ നീ എന്ത് ചെയ്യും? നോക്കാം. ഞാനെന്താ പറയുന്നറിയോ? ഇവൻ ചെറിയൊരു കാര്യം ചെയ്യുന്നേ. പക്ഷെ അച്ഛൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ കാര്യത്തിൽ മാത്രമുള്ള ഈ കാര്യം. നിങ്ങളൊരു പെൺകുട്ടിയോട് പോയിട്ട് പറയാ ഐ ലവ് യു, അവള് പറയാ നോ. നിങ്ങൾ തോറ്റ് പിൻവാങ്ങി പിന്നിലേക്ക് പോരോ? നീ പോരോടാ. യു സ്റ്റാൻഡ് അപ്പ്. ഓൾറെഡി സെറ്റായോ? നീ സെറ്റാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നിങ്ങോട്ട് വാ. എടാ നീ ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് പോയി ഇഷ്ടം പറഞ്ഞു, നല്ല കൊച്ച്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇഷ്ടം പറഞ്ഞു. അവൾ പറയാ നോ. അപ്പൊ നീ എന്ത് ചെയ്തു? ഞാനോ? ഞാൻ ഒന്നും ചെയ്തില്ല, പിന്നെ പറഞ്ഞു.
പിന്നെയും പറഞ്ഞു. അവള് പറയാ പിന്നെയും പറഞ്ഞു നോ. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യൂ? പിന്നെയും പറഞ്ഞു. എന്ത് ഐ ലവ് യു, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. പിന്നെ അതിനുള്ള നേരമൊന്നും തന്നില്ല, അതിന് മുമ്പ് അവളെ അതിനുള്ള നേരം തന്നില്ല, അതിന് മുമ്പ് എസ് പറഞ്ഞു. കേട്ടോ, നീ പൊക്കോ. ഞാൻ എന്തെന്ന് പറഞ്ഞതെന്നറിയോ? എൻ്റെ മക്കളെ, നിങ്ങൾ ഈ കാര്യത്തിൽ മാത്രമുള്ള ഇത്രയും തീക്ഷ്ണത. ഇത് അതിന് ലവ് യു പറയാനുള്ള മോട്ടിവേഷൻ ക്ലാസ് അല്ല അച്ഛൻ പറഞ്ഞേ. ഇതെന്തിനാ പറഞ്ഞതറിയോ? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആകെ ഒത്തിരി ഇനിഷ്യേറ്റീവ് കാണിക്കുന്ന, ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ ലവ് യു പറയാമെന്ന് മാത്രമുള്ളത്. നിങ്ങളുടെ ജീവിതത്തോടെ നിങ്ങൾ ഇത് കാണിക്കാറുണ്ടോ? ഒരു പ്രാവശ്യം പരിശ്രമിച്ചു, കിട്ടിയില്ല, നിങ്ങൾ തോറ്റ് പിൻവാങ്ങാമോ? പാടില്ല. ഹാർഡ് വർക്ക് ചെയ്യണം, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടില്ല, രണ്ടാമത്തെ പ്രാവശ്യം കിട്ടില്ല, മൂന്നാമത്തെ പ്രാവശ്യം കിട്ടില്ല, നാലാമത്തെ പ്രാവശ്യം കിട്ടില്ല, ചിലപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം കിട്ടും. കേട്ടോ, അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ നിങ്ങൾക്ക് പറ്റും. അച്ഛൻ ഇത്രയും 4 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അച്ഛനോടൊന്ന് പറയാമോ ആ 4 കാര്യങ്ങൾ? ഒന്നാമത്തത് നിന്നെ സ്നേഹിക്കണം. രണ്ടാമത്തത് ഒരു ലക്ഷ്യബോധം വേണം. മൂന്നാമത്തത് നോ പറയണം. നാലാമത്തത് ഹാർഡ് വർക്ക് ചെയ്യണം. എസ് പറയണമെന്നല്ല, ഹാർഡ് വർക്ക് ചെയ്യണം. ഓ, എസ് പറയണമെന്ന് അതെന്നെ ഉത്തരം അത്. കേട്ടോ, അപ്പൊ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിന് കുഴപ്പമെന്നറിയോ? എല്ലാവരും ഉറക്കം തൂങ്ങികളാ. ഈ റീൽസ് കണ്ടോണ്ടിരിക്കില്ല ചൊല്ല് അല്ലേ? റീൽസ് കണ്ടോണ്ടിരിക്കല് എല്ലാത്തിനും പണി ഇപ്പൊ തന്നെയാ. ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഒഴിവാക്കാൻ പരിശ്രമിച്ചു നോക്ക്. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും. അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിടുക, യേശു ആയിരിക്കണം നിങ്ങളുടെ ലഹരി, വേറെ ലഹരി പാടില്ല. യേശു ആയിരിക്കണം നിങ്ങളുടെ ലഹരി. കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണേ. ഒത്തിരിയേറെ അരാഗചകത്വം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അച്ഛനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. അതുകൊണ്ട് അച്ഛൻ നിർത്തുക. അച്ഛൻ ഓൾറെഡി ഈ സമയം അതിക്രമിച്ചിരിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയണേ, യേശു ആയിരിക്കണം നിങ്ങളുടെ ലഹരി. 5 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു വെച്ചു. അച്ഛനോടൊപ്പം ഒന്ന് പറയാമോ? ഒന്നാമത്തെ കാര്യം സ്നേഹിക്കണം. മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം സ്പ്രിംഗ് അപ്പ് ഓൾ ഓഫ് യു. സ്പ്രിംഗ് അപ്പ് ഓൾ ഓഫ് യു. ഇരിക്കി സ്പ്രിംഗ് അപ്പ് ഓൾ ഓഫ് യു. ഇരിക്കി സ്പ്രിംഗ് അപ്പ് ഓൾ ഓഫ് യു. ഇരിക്കി സ്പ്രിംഗ് അപ്പ് ഓൾ ഓഫ് യു. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ആക്ഷൻ സോങ് പഠിച്ചിട്ട് നിർത്തുക. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലെ ഹോലെ. രണ്ടാമത്തത് റെഡി? 1 2 3 സ്റ്റാർട്ട്. പം 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 പം. ഹോലെ. മൂന്നാമത്തത് പം പം പം. ഒന്നുകൂടി പം പം പം. ഹോലെ ഹോലെ. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, താങ്ക് യു. എനിക്കൊരു കോല് കിട്ടോ? ഒരു കോല്, ചെറിയൊരു കോല്. ഒരു കാര്യം കൂടി പഠിച്ചു. ഇരുന്നോ എൻ്റെ മക്കൾ, ഇരുന്നോ. ഓ എൻ്റെ കർത്താവ്, ആ കോല് വേണോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഒരു എക്സസൈസ് കാണിച്ചില്ലെന്ന് വെച്ചിട്ട് അച്ഛൻ നിർത്തിയതാ. അല്ലെങ്കിൽ അത് മൈക്കിൻ്റെ സ്റ്റാൻഡ് കിട്ടിയെങ്കിൽ അച്ഛൻ പറഞ്ഞേനെ. കുഴപ്പമില്ല, അത് ഊരാൻ പറ്റണില്ല. ഓക്കെ, എന്തൊക്കെയായാലും ഇത്രയും നേരം അച്ഛൻ്റെ ക്ലാസ് കേട്ടിരുന്നല്ലേ നിങ്ങൾ? സന്തോഷമായി? ഇഷ്ടമായോ? കുഴപ്പമില്ല. എനിക്കറിയാം നല്ല ചൂടുണ്ട്, നല്ല വിശപ്പുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഉള്ളവൻ്റെ പ്രസംഗം 1 മണിക്കൂറെങ്കിലും, 1.25 മണിക്കൂറായി കേട്ടോ. ബോറടിച്ചാ? ആർ യു ഓക്കെ? ആരാ ക്രിസ്തുവിന്റെ മുഖം? ആരാ ക്രിസ്തുവിന്റെ മുഖം? നിന്റെ മുഖം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം നീ ക്രിസ്തുവിന്റെ കൊച്ചാന്ന് കേട്ടോ.
ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. അച്ഛന് നല്ലൊരു കൈ ഇടിയേ. താങ്ക് യു സോ മച്ച്.